ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഇറ്റാലിയൻ പാസ്തയുടെ റെസിപ്പിയാണ്. ഇറ്റാലിയൻ പാസ്ത എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇറ്റലിക്കാർ കഴിക്കുന്ന ടൈപ്പ് പാസ്തയാണ്. അല്ല, ഇറ്റലിക്കാർ കഴിക്കുന്ന പാസ്ത തന്നെ നമ്മൾ നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഫ്യൂഷൻ, ഒരു ഇന്ത്യൻ ഫ്യൂഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് കുറച്ച് എരിവൊക്കെയുള്ള ടൈപ്പ് പാസ്തയാണ് നമ്മളിന്ന് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസിലൂടെ, എൻ്റെ വീഡിയോസിലൂടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളതും ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാവരും ലൈഫിൽ ബിസി ഉള്ളവരാണല്ലേ. പലരും ജോലിക്ക് പോകുന്നവരായിരിക്കും. പക്ഷേ ജോലി വേണമെന്നൊന്നുമില്ല നമ്മൾ ബിസി ആവാനായിട്ട്. നമുക്ക് ജോലി ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ പോലും നമ്മൾ ബിസി ആയിരിക്കും. കാരണം നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്നവരായിരിക്കും, നമ്മുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ഒരാളായിരിക്കും. അപ്പം നമ്മൾ ബിസിയാണല്ലേ. നമ്മളെപ്പോഴും നമ്മൾ ബിസിയാണ്. ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പോഴും ബിസി ആയിട്ടുള്ള ഒരാളാണ്. അവർക്ക് ഒരു സമയം പോലും കളയാനായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമയങ്ങളെല്ലാം നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ ഇഷ്ടം പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുക, അന്നത് നന്നാവുകയും ചെയ്യണം, അങ്ങനെയുള്ള മൈൻഡുള്ളവരാണ് നമ്മളധികം സ്ത്രീകൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കിംഗ് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. എന്നാൽ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ നമ്മളത് എൻജോയ് ചെയ്ത് വേണം ചെയ്യാനും. കാരണം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഏതായാലും മെനക്കെട്ട് അതിനകത്ത് ചെയ്യുവാണ്. എന്നാൽ പിന്നെ അത് ഇച്ചിരി ഭംഗിക്ക് ഇരുന്നോട്ടെ. അത് ഇച്ചിരി കഴിക്കുന്ന ആൾക്ക് ഒരു ടേസ്റ്റായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കുറച്ച് ഭംഗിയാക്കാനായിട്ട് നമ്മളൊന്ന് മനസ്സ് ഒന്ന് അതിനകത്ത് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫുഡും നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് കുഞ്ഞു കുഞ്ഞു റെസിപ്പീസ്, വളരെ ഈസി ആയിട്ടുള്ളതും നന്നായി ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണം അല്ലേ. നമ്മുടെ മക്കളും നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ കുടുംബത്തിലുള്ളവരും ഹെൽത്തി ആയിട്ടിരിക്കണം എന്നല്ലേ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കണം. അല്ലാതെ നമ്മൾ അവരെ അൺഹെൽത്തി ആയിട്ട് നമ്മൾ കാണാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടല്ലേ അവരെപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെയുള്ള ഫുഡുകളാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇറ്റാലിയൻ പാസ്തയാണ്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റുകളൊക്കെ പറയുക. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാത്തവരുടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കിപ്പോൾ നല്ല നല്ല വീഡിയോസ് നമ്മളിലൂടെ നിങ്ങളിലേക്ക് എത്തേണ്ടത്. നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പീസും ആണല്ലേ. നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടിരിക്കാൻ അല്ലെങ്കിൽ നമ്മളെ കണ്ടിരിക്കാനോ ഒരാൾ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഫുഡുകൾ, നമുക്ക് പുതിയ പുതിയ ഫുഡുകൾ, പുതിയ പുതിയ കാര്യങ്ങൾ അതെല്ലാം കാണാനല്ലേ നമ്മൾ വീഡിയോസ് കാണാനല്ല. അതിപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ വീഡിയോസും നമ്മൾ കാണുന്നത്. നമ്മൾ ഫുഡ് അവരെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടും കൂടി എനിക്ക് വേണം. കാരണം നിങ്ങളുടെ ഒരു പ്രചോദനം ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല നല്ല റെസിപ്പികൾ നിങ്ങളിലേക്ക് ഇനി എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അധികം സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ പോകാം വീഡിയോയിലേക്ക്. ഓക്കെ. അതിനായിട്ട് ഇവിടെ ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് സ്പഗേറ്റി വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്തു. അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് എണ്ണ ചേർത്ത് കൊടുത്തു. എണ്ണ ചേർത്ത് കൊടുക്കുന്നത് ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഈ ചൂടായ വെള്ളത്തിലോട്ട് സ്പഗേറ്റി ചേർത്ത് അതൊന്ന് മൂടി വെച്ച് വേവിക്കുക. ഇതൊന്ന് നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ചുറ്റിച്ച് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് വീണ്ടും വേവിക്കുക. ഒപ്പം തന്നെ വേറൊരു പാന് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിലാണ് പാസ്ത പോലുള്ള ഡിഷ് വെക്കാനായിട്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടേസ്റ്റ് തരുന്നത്. ബട്ടർ അതല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി 2 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. ശേഷം എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളക് കൂടി ചേർത്തു. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. ചില്ലി ഫ്ലേക്സ് വേണമെങ്കിൽ ചേർക്കാം, മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. അതിനുശേഷം ഇതിനെ ഒന്ന് നല്ലപോലെ വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് നല്ലപോലെ ഫ്ലിപ്പ് ചെയ്തെടുത്ത് അതിനൊന്ന് വേവിച്ചെടുക്കുക. ചെറിയ തീയിൽ ആണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ കുറച്ചുകൂടെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തു.
ഇനി ഇതിലോട്ട് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തു. അതും നല്ലപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ചെറിയ തീയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതൊരു പകുതി വേവായി കഴിയുമ്പോൾ ഇതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറും ചേർത്ത് അതിനെ ഒന്ന് ഇളക്കി വെക്കുക. അതിനുശേഷം ഇതിലോട്ട് ഇറ്റാലിയൻ ഹെർബ്സ്, ഒറിഗാനോ അല്ലെങ്കിൽ തൈംസ് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. വീണ്ടും അതിനെ ഒന്ന് നല്ലപോലെ ഇളക്കി വെച്ച് വേവിക്കുക. ഇതേ സമയം മറ്റേ അടുപ്പിൽ ആയിക്കൊണ്ടിരിക്കുന്ന പാസ്ത തിളച്ച ആ വെള്ളം ഇതിലോട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് 2-3 സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഈ പാസ്ത തിളച്ച വെള്ളത്തിൽ ആ ഉപ്പ് പാകത്തിന് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നാരങ്ങയുടെ തൊലി നമ്മളൊന്ന് അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കണം, നാരങ്ങയുടെ തൊലി നമ്മൾ പീൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ വെളുത്ത ഭാഗം വരാനായിട്ട് ഇടരുത്. കാരണം അതിനൊരു കയ്പ്പ് രസമുണ്ട്, അതുകൊണ്ട് അത് ചേർക്കരുത്. അതിനുശേഷം ഈ പാസ്ത ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചേർക്കണത് സ്പ്രിംഗ് ഒനിയൻ ആണ്. സ്പ്രിംഗ് ഒനിയൻ ചെറുതാക്കി കട്ട് ചെയ്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ചിക്കനും ഗ്രീൻ പീസും ചേർന്ന് വെന്ത ആ കൂട്ടിലോട്ട് നമ്മൾ ഗ്രീൻ പീസിൻ്റെ ആ കൂട്ടിലോട്ട് സ്പ്രിംഗ് ഒനിയൻ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നല്ലപോലെ വെന്ത് വന്ന പാസ്ത ചേർത്ത് കൊടുത്തു. ഈ പാസ്ത വെന്ത വെള്ളവും ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് അതൊരു ചെറിയൊരു ഗ്രേവി ആവുന്നത് പോലെ വേവിച്ചെടുക്കുക. ഒരു വൈറ്റ് സോസ് പോലെ ആവുന്നത് വരെ നമ്മൾ നല്ലപോലെ തിളച്ച് അതൊന്ന് ഒരു ഗ്രേവി കിട്ടുന്നത് വരെ നമ്മളൊന്ന് അതിനെ വേവിച്ചെടുക്കുക. ഈ സമയത്ത് ഇതിലോട്ട് വേണമെങ്കിൽ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് വീണ്ടും പാസ്തയിൽ വേവിച്ച ആ വെള്ളം ചേർത്ത് ഇതിനെ ഒരു ഗ്രേവി പോലെ ആക്കിയെടുക്കുക. അതിനുശേഷം ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുക. അതിലോട്ട് സ്പ്രിംഗ് ഒനിയൻ ചേർക്കുക.
അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇറ്റാലിയൻ പാസ്ത നമ്മുടെ ഇന്ത്യൻ ഫ്യൂഷൻ സ്റ്റൈലിൽ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈസി ആയിട്ടുള്ളതും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ഒരു പാസ്തയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെറുതായിട്ട് നമ്മുടെ രീതിയിൽ നമ്മളൊരു സ്പൈസ് നമ്മളും പച്ചമുളകൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ സ്പൈസി ആക്കണമെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ചില്ലി ഫ്ലേക്സോ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ എനിക്ക് പാസ്ത കഴിക്കുമ്പോൾ ചില സമയത്ത് നമുക്ക് എരിവുള്ളത് കഴിക്കാം, ചില സമയത്ത് ഇച്ചിരി വെറൈറ്റി ആയിട്ട് അങ്ങനെ. അപ്പോൾ ഞാനിന്ന് ഇങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി പാസ്ത ചെയ്തത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഞാനതൊരു ഫോർക്ക് ഇട്ടൊന്ന് കഴിക്കാൻ തുടങ്ങട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഈ ചിക്കനും എല്ലാം കൂടെ കൂടി പിടിച്ചിട്ട് ഒരു അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.